വിശദമായി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 7 മലപ്പുറത്ത് 2 കുട്ടികൾ മരിച്ചു. വണ്ടൂർ തിരുവാലയിൽ അബ്ദുൾ മുനീറിന്റെയും തസ്ലീമ ഭാനുവിന്റെയും മകൻ അബ്ദുൾ മുഹൈനാണ് മരിച്ചത്. തൊട്ടരികിൽ കളിച്ചുകൊണ്ടിരിക്കെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. കൊണ്ടോട്ടി നീറാട് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരനും മരിച്ചു. നെടിയിരുപ്പ് മേലേപ്പറമ്പ് കണപ്പത്തൊടി ഹമീദ് നദീറ ദമ്പതികളുടെ മകനും ആദം ഐമൻ ആണ് മരിച്ചത്. എറണാകുളത്ത് അംഗൻവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ പണിയേരി 3-ാം വാർഡിലാണ് സംഭവമുണ്ടായത്. കുട്ടികളും ജീവനക്കാരും അംഗൻവാടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അംഗൻവാടിയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു. വീട്ടിൽ പോക്ക് നടക്കത്തില്ല. എന്തായാലും റോഡ് മൊത്തം മരങ്ങൾ വീണ് കാണും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. തൊടുപുഴ, കുടയത്തൂർ, അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. 7-ാം വാർഡിൽ മഷിക്കല്ലയിൽ സുമതിയാണ് മരിച്ചത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകനും മരിച്ചു. റെജീന, ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. മണ്ണിടിച്ചിലിൽ നിന്ന് പൂർണ്ണമായും വീട് ഒലിച്ചുപോയി. വാഗമൺ കോലാഹലമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. കണ്ണൂർ പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരമ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കൊട്ടം ചുരം സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. പേരാവൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. ഇപ്പോഴും തെരച്ചിൽ നടപടികൾ തുടരുകയാണ്. ഹനീഫ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു. പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. രാവിലെ തന്നെ ആലുവ മണപ്പുറം വെള്ളത്തിനടിയിലായി. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം പ്രദേശത്തിൻ്റെ കെടുതികൾ എത്ര കണ്ട് രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതുമാണ്. ആലുവ, മണപ്പുറം, പെരിയാറിൻ്റെ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സ്ഥിതിയിലാണ്. ജലനിരപ്പ് ഇടുക്കിയുടെ മലയോര മേഖലകളിലടക്കം ഉണ്ടായ വലിയ മഴയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനിടയാക്കിയിട്ടുള്ളത്. മലങ്കര ഡാമിലെ അടക്കമുള്ള ഷട്ടറുകൾ തുറന്നതും വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. റാന്നി ടൗൺ വെള്ളത്തിൽ മുങ്ങി. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അരയ്ക്കൊപ്പമാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. കോന്നി, അരുവാപ്പുല്ലം, നെല്ലിക്കാമ്പാറയിലും തേക്കുതോട്, തൂമ്പക്കുളത്തും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ചിറ്റാർ, വയ്യാറ്റുപുഴ, കുളങ്ങരവാലിയിലും ഉരുൾപൊട്ടി. പമ്പയിലും കക്കാട്ടാറിലും അച്ചൻകോവിലും ജലനിരപ്പ് ഉയരി. തുടർന്നാണ് റാന്നിയിലെ വലിയ വെള്ളക്കെട്ടിന് കാരണം. മണിയാറും സീതത്തോടും വീടുകളിലെ വെള്ളം കയറിയിട്ടുണ്ട്. വടിശ്ശേരിക്കരയിൽ റോഡ് മുങ്ങി. മഴ ശക്തമായ സാഹചര്യത്തിൽ ആറന്മുള വള്ളസദ്യ ചടങ്ങുകൾ മാത്രമായി ചുരുക്കി. പള്ളിയോടങ്ങളുടെ യാത്ര റദ്ദാക്കിയിട്ടുമുണ്ട്. വള്ളിക്കോട് തൃപ്പാറ ക്ഷേത്രത്തിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള സത്രത്തിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു. എരുമേലി ഒരുങ്കൽ കടവ് പാലത്തിൽ വെള്ളം കയറി. ഇട്ടിയപ്പാറ, ഐത്തല റോഡിൽ അടക്കം പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറി. രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിന്റെ സൈന്യവും കളത്തിലിറങ്ങുകയാണ്. പത്തനംതിട്ട റാന്നിയിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്നും വള്ളങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. 10ഓളം മത്സ്യബന്ധന തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കളത്തിലിറങ്ങുകയാണ്. ഇതോടുകൂടി 2018 പ്രളയസമാനമായ സാഹചര്യങ്ങൾ നേരിടാനുള്ള സജ്ജീകരണങ്ങളിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ നീളുന്നത്. കോട്ടയത്ത് അതിശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് വണ്ടൻപ്ലാവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകനും മരിച്ചു. മണക്കാട് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവരാണ് മരിച്ചത്. കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ വീട് പൂർണ്ണമായും ഒഴുകിപ്പോയി. പ്രദേശത്ത്
മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ വെളുപ്പിനെ 2 മണിയോടുകൂടിയാണ് പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലിലും വെള്ളപ്പൊക്കത്തിലും പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ കളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറി. ഊഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് പനച്ചുകപ്പാറ ഹെഡ് ഓഫീസിൽ വെള്ളം കയറി. കൊടുങ്ങൂർ മണിമല റോഡിലെ പനമൂട്ടിൽ റോഡ് കര കവിഞ്ഞൊഴുകുകയാണ്. ഇതുവഴി വന്ന കാർ ഒഴുക്കിൽപ്പെട്ടു. തീക്കോയ് തലനാട് 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 30 വീടുകളിലെ മുഴുവൻ വീട്ടുപകരണം വെള്ളത്തിൽ ഒഴുകിപ്പോയി. മലവെള്ളപ്പാച്ചിലിൽ 11 പശുക്കളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് മഴ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞു. മണികണ്ഠൻ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങിയതിനാൽ നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരത്തിലും മഴയിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആലുവ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കും. ഇടുക്കി പെരുവന്താനം പുല്ലുപാറയ്ക്ക് സമീപം മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നുപോയി. ഭീമൻ പാറകളും മണ്ണും റോഡിൽ പതിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആലക്കോട് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇടുക്കി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലിൽ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. നീരൊഴുക്ക് ശക്തമായതിനാൽ മലങ്കര ഡാമിൻ്റെയും പാമ്പ്ള ഇരട്ടയാർ ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ചപ്പാത്ത് മൂങ്കിലാർ പൂണ്ടിക്കുളം ഭാഗത്ത് വെള്ളം കയറി. നടപ്പാലം വെള്ളത്തിനടിയിലായി. ഇതുമൂലം കനത്ത മഴയിൽ പശുപ്പാറയിൽ വീട് തകർന്നു. ഇടുക്കി 16-ാം കണ്ടത്ത് ഉരുൾപൊട്ടലിൽ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നു. സമീപത്തെ വീടിന് പിന്നിലേക്ക് മരങ്ങളും കല്ലും ഒലിച്ചു വന്നെങ്കിലും വാട്ടർ ടാങ്ക് തകർന്ന് ഗതിമാറി ഒഴുകിയതിനാൽ വീട് ക്ഷതമേൽക്കാതെ രക്ഷപ്പെട്ടു. വാത്തിക്കുടി പഞ്ചായത്തിലെ 16-ാം കണ്ടം പറന്താനത്ത് രാജുവിൻ്റെ വീടിൻ്റെ പിൻഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ട്. വയനാട് തലപ്പുഴയിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറി. കൽപ്പറ്റ പിണങ്കോട് പൊയ്യിൽ ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി വീട്ടുകാരെയാണ് അവിടുന്ന് ഒഴിപ്പിച്ചത്. ആംബുലൻസുകളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് വരണേ. അവിടെ വലിയൊരു കോണാണ്ടേ വലിയ ഡയലോഗ് അടിച്ചു. കണ്ണൂർ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് അപകട മുന്നറിയിപ്പ് പരിധി കടന്നതോടെ അണങ്കോട് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതയായ പാൽച്ചുരം തകർന്ന് അപകടാവസ്ഥയിലാണ്. കൊട്ടിയൂർ മാനന്തവാടി റോഡിന്റെ പല ഭാഗങ്ങളും ശക്തമായ മഴയിൽ തകർന്നു. റോഡിന്റെ വശങ്ങൾ ഒലിച്ച് പോയി. വലിയ കുഴികളും ചാലുകളും ഈ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളവും മണ്ണും കല്ലുകളും റോഡിലൂടെ കുത്തി ഒഴുകിയത് മൂലം വലിയ യാത്രാ ദുരിതമാണ് അവിടെ ഉണ്ടാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.